രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ നാടകീയ നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ പോലീസ് വലിയ ആവേശത്തോടെയും കരുതലോടെയും പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ ഇപ്പോൾ പോലീസിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വലിയ സന്നാഹങ്ങളുമായി അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുലിനെ പൊക്കിയ പോലീസിന് മൂന്നാം പരാതിക്കാരിയുടെ അസാന്നിധ്യം ഇപ്പോൾ വലിയൊരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു. ആവേശം ഒട്ടും കുറയാതെ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച അന്വേഷണ സംഘം ഇപ്പോൾ സ്വന്തം നടപടിക്രമങ്ങളുടെ കെണിയിൽ വീണതുപോലെ വിയർക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്ന പരാതികൾ ഗൗരവമുള്ളതല്ലെന്നോ ഉള്ള വാദങ്ങൾക്കപ്പുറം നിയമപരമായ ഒരു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കോൺഗ്രസ് നേതൃത്വം പോലും പ്രതിരോധത്തിലായേക്കാവുന്ന ഒരു കേസായിരുന്നിട്ടും പോലീസിൻ്റെ ധൃതി പിടിച്ചുള്ള നീക്കങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്പുകളല്ലാതെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ പോന്ന ശക്തമായ തെളിവുകളുടെ അഭാവം ഈ കേസിനെ ദുർബലപ്പെടുത്തുന്നു. അത് പ്രത്യേകിച്ചും പരാതിക്കാരിയുടെ ഒപ്പിട്ട ഒരു മൊഴി പോലും കയ്യിലില്ലാതെ കേവലം ഒരു ഇമെയിൽ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ നടപടിയിലേക്ക് കടന്നത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഈ നീക്കത്തിൻ്റെ പിന്നിൽ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ന ആരോപണം ശക്തമാകുമ്പോൾ നടപടികൾ പാളിയത് SPG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു. ഈ കേസിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിജീവിതയുടെ അസാന്നിധ്യം തന്നെയാണ്. അതിജീവിത കാനഡയിലാണെന്നതും അറസ്റ്റ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതും പോലീസിനെ കുഴപ്പിക്കുന്നു. ഒരു ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും മാത്രം പിൻബലത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത നടപടി കോടതിയിൽ എത്രത്തോളം നിലനിൽക്കും എന്നതിൽ നിയമവിദഗ്ധർക്കും വലിയൊരു സംശയമുണ്ട്. പുതിയ നിയമപരിഷ്കാരങ്ങൾ അനുസരിച്ച്, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഇത്തരം കേസുകളിൽ അതിജീവിത നേരിട്ടെത്തി മൊഴി നൽകി അതിൽ ഒപ്പിടുക എന്നത് നിർബന്ധമാണ്. ഡിജിറ്റൽ ഒപ്പുകൾക്കോ ഇമെയിൽ സന്ദേശങ്ങൾക്കോ ക്രിമിനൽ കേസുകളിൽ വിചാരണാവേളയിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നതിലായിരുന്നു അന്നത്തെ തിടുക്കം. മുൻപ് ഫയൽ ചെയ്ത 2 കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണമുണ്ടായിരുന്നു. ആ നിയമപരമായ തടസ്സം മറികടക്കാൻ പോലീസ് കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു ഈ മൂന്നാമത്തെ പരാതി എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ വാദിക്കുന്നത്. വർഷങ്ങളായി കാനഡയിൽ താമസിക്കുന്ന യുവതിയെ മുൻനിർത്തി ഒരു കേസ് പടച്ചുണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം അത് ഉയരാൻ കാരണവും ഈ അസ്വാഭാവിക വേഗതയാണ്. പരാതിക്കാരി നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ താൻ വരാൻ തയ്യാറല്ല എന്നവർ അറിയിച്ചതോടെ അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി ഇത്തരം പീഡന കേസുകളിൽ ഏറ്റവും നിർണായകമായൊരു രേഖയാണ്. പ്രതിയുടെ ജാമ്യാപേക്ഷയെയും വിചാരണയെയും അത് നേരിട്ട് ബാധിക്കും. എന്നാൽ ഇവിടെ പരാതിക്കാരിയുടെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാത്തത് രാഹുലിൻ്റെ അഭിഭാഷകർക്ക് വലിയൊരായുധമായി മാറുകയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് നടന്നത് എന്ന് അവർ കോടതിയിൽ വാദിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലീസിൻ്റെ പക്കൽ വ്യക്തമായ മറുപടികളില്ല. ഇപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്താനും എംബസി വഴി ഒപ്പുകൾ ശേഖരിക്കാനുമുള്ള ഒരനുമതിക്കായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഹൈക്കോടതി ഇത്തരം ആവശ്യത്തിന് അനുമതി നൽകിയില്ല എങ്കിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി രാഹുലിന് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുങ്ങും. മാത്രമല്ല, ഇത് പോലീസിനും സർക്കാരിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുകയും ചെയ്യും. നിയമപരമായ അടിത്തറ ഉറപ്പിക്കാതെ കേവലം ഒരു ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ധൃതി പിടിച്ചൊരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ ഈ നീക്കം സഹായിച്ചിട്ടുള്ളൂ. പിണറായി വിജയൻ്റെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമായി മാറുകയാണ്. ഒളിഞ്ഞിരുന്നും പതുങ്ങിയും കളിച്ച നാടകങ്ങൾ ഒടുവിൽ പോലീസിനെ തന്നെ വിയർപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അന്വേഷണം വഴിമുട്ടുകയും കോടതിയിൽ തിരിച്ചടി ഭയക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശരിയായ രീതിയിൽ മൊഴി രേഖപ്പെടുത്തുന്നതിലോ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലോ കാണിക്കാത്ത ശുഷ്കാന്തി അത് അറസ്റ്റിൻ്റെ കാര്യത്തിൽ കാണിച്ചത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യത്തിന് പോലീസിന് വരും ദിവസങ്ങളിൽ മറുപടി നൽകേണ്ടി വരും.